ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പറ്റിയുള്ള കൂടുതൽ അഭ്യൂഹങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇറാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റോ, അല്ലെങ്കിൽ അദ്ദേഹം ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണോ, നാട് വിട്ടോ, ഇങ്ങനെ പല രീതിയിലാണ് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇറാൻ അവകാശപ്പെടുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഏത് നിമിഷവും തങ്ങൾക്ക് ഏത് അവസരത്തിലാണോ അദ്ദേഹത്തെ കിട്ടുക ആ അവസരത്തിൽ കൊലപ്പെടുത്തുമെന്നാണ്. IRGC ആണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. ഇപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന് ആദ്യം ഇറാനിയൻ വാർത്താ ഏജൻസികൾ വാർത്തകൾ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴും IRGC വ്യക്തമാക്കുന്നത് നെതന്യാഹു എവിടെയാണെങ്കിലും അയാളെ പിന്തുടർന്ന് വധിക്കുമെന്നാണ്. അത്രയും വലിയൊരു പ്രസ്താവനയാണ് IRGCയുടെ ഭാഗമായിട്ടുണ്ടായത്. പക്ഷേ ഇത്രയും ദിവസം യുദ്ധം തുടങ്ങിയിട്ട് 15 ദിവസമായി നെതന്യാഹുവിനെ പൊതുരംഗത്ത് ആരും കണ്ടിട്ടില്ല. നെതന്യാഹു എവിടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇസ്രായേലിൽ ചില വീഡിയോകൾ പുറത്തിറക്കുന്നുണ്ട്. അത് മുൻകൂട്ടി നിശ്ചയിച്ച വീഡിയോകളാണെന്ന് ആദ്യം പറയുന്നു. പിന്നീട് ഒരു കോഫി ഷോപ്പ് വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോകളൊക്കെ അതൊക്കെ AI നിർമ്മിതമാണെന്നുള്ള കാര്യത്തിൽ വളരെ വലിയ ചർച്ചകൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ AI നിർമ്മിതമാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളെ കാണുന്നില്ല. ഇസ്രായേലിന്റെ മിനിസ്റ്ററി ലെവലിലുള്ള പത്രസമ്മേളനം, അവിടുത്തെ സൈനിക നേതൃത്വവും ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും നടത്തിയ പത്രസമ്മേളനത്തിലും ബെഞ്ചമിൻ നെതന്യാഹു ഇല്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് കൂടുതൽ സംശയങ്ങൾ ഉയരുന്നത്. ഒരു ഏറ്റവും വലിയ യുദ്ധം നടക്കുന്ന ഒരു സമയത്ത് ആ നാട്ടിലുള്ള പ്രധാനമന്ത്രി രാജ്യത്തെ അഭിമുഖീകരിക്കുന്നില്ല, ജനങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല, ലോകത്തോട് സംസാരിക്കുന്നില്ല. ഇനി ഇറാനെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇറാന്റെ ഭാവി എന്തായിരിക്കും, ഇറാനിൽ എന്താണ് കാര്യങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഇത്രയും ദിവസമായിട്ട് നെതന്യാഹു നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല, ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല, ഇസ്രായേലി സൈനികർക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അദ്ദേഹം എവിടെ എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളില്ല. അത് ദുരൂഹമായി തുടരുന്നു. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വന്നാൽ അത് ആ രാജ്യത്തിന്റെ സുരക്ഷയെ പറ്റി വളരെ വലിയ ചോദ്യങ്ങൾ ഉയരാൻ കാരണമാവും. കാരണം എന്താണ്, ലോകത്തിലുള്ള ഏറ്റവും വലിയ എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ള, ആൻഡോമുള്ള, താഡ് സംവിധാനമുള്ള, പാട്രിയറ്റ് സംവിധാനമുള്ള, ആരോ 1, 2 തുടങ്ങിയ നിരവധി എയർ ഡിഫൻസ് സംവിധാനമുള്ള ഒരു രാജ്യത്ത് ഇറാനിയൻ ആക്രമണത്തെ തുടർന്ന് സ്വന്തം പ്രധാനമന്ത്രിക്ക് പോലും സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടെങ്കിൽ അത് അതിരൂക്ഷമായ കാര്യങ്ങളിലേക്ക്, സംഭവങ്ങളിലേക്ക് എത്തപ്പെടും. അത് ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇതുവരെയും പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട്. ആ മകൻ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളാണ്, എക്സിലടക്കം പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റും കുറേ ദിവസമായിട്ട് കാണാനില്ല. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇസ്രായേൽ എന്നുള്ളത് നിലവിൽ ഇറാനിയൻ ആക്രമണങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ, ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ അവിടുത്തെ മാധ്യമങ്ങൾ സെൻസർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ സെൻസർഷിപ്പിന് വിധേയമായിരിക്കുകയാണ് അവിടുത്തെ മാധ്യമങ്ങൾ. അത് പല ആളുകളും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ സെൻസർഷിപ്പിന് വിധേയമാവുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത്. തങ്ങൾക്ക് രാജ്യത്തിനുള്ള പരിക്കുകൾ പുറം ലോകം അറിയാതിരിക്കാൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഭരണകൂടമോ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്. നമുക്കറിയാം, ഓരോ മണിക്കൂറിലും ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ 12 ദിന യുദ്ധത്തിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ പോലെ അതിരൂക്ഷമായ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആക്രമണം നടത്തുന്നില്ല. പക്ഷേ നിരന്തരമായി ഓരോ മണിക്കൂർ ഇടവിട്ടുകൊണ്ട് ആക്രമണം നടത്തുകയാണ്. അതുകൂടാതെ തന്നെ അവിടുത്തെ രാത്രികൾ, പ്രത്യേകിച്ചും രാത്രികളെ കേന്ദ്രീകരിച്ചാണ് മിക്കവാറും ആക്രമണങ്ങൾ നടക്കുന്നത്. ഇവരുടെ ജനതയ്ക്ക്, ഇസ്രായേലിലുള്ള ജനങ്ങൾക്ക് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അവർ നിരന്തരമായി ബങ്കറുകളിലേക്ക് ഓടേണ്ടി വരുന്നു. അലറാമുകൾ അടിക്കുന്നു. മിസൈൽ പതിക്കുന്നോ ഇല്ലെന്നോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അലറാമുകൾ അടിക്കുന്നു, ബങ്കറുകളിലേക്ക് ഓടുന്നു, ബങ്കറുകളിലേക്ക് മാറുന്നു. ഇങ്ങനെ പലവിധ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. തെക്കൻ ലെബനിൽ നിന്നാണെങ്കിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മേഖലയിലുള്ള ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള തന്നെ അവിടുത്തെ ജനങ്ങളോട് ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഔദ്യോഗികമായിട്ട് നടത്തുന്ന പ്രസ്താവനകൾ എന്നുള്ളത് ഇസ്രായേലിലെ ജനത മുഴുവൻ ആ രാജ്യം വിട്ട് മാറണമെന്നാണ്. അവിടുത്തെ സൈന്യവുമായിട്ട് ഞങ്ങൾ ഏറ്റുമുട്ടൽ നടത്തുന്നു എന്നാണ്
സൈന്യവുമായിട്ട് ഞങ്ങൾ യുദ്ധത്തിലാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനസമൂഹം മുഴുവനായിട്ടും ആ രാജ്യം വിട്ടു പോകണമെന്നാണ്. അധിനിവേശ ഫലസ്തീൻ എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കാറ്. അത് ഇസ്രായേൽ എന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രമായിട്ടോ അതിനെ കണക്കാക്കാറില്ല. എങ്കിലും ഇപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. ബെഞ്ചമിൻ നെതന്യാഹു എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നില്ല? ഇത്രയും വലിയ ഒരു വിവാദമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ എന്താണ് നെതന്യാഹുവിന് സംഭവിച്ചത്? നെതന്യാഹുവിന് പരിക്കേറ്റോ? ഗുരുതരമായി പരിക്കേറ്റോ? അദ്ദേഹം കൊല്ലപ്പെട്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ലോകം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള ഉത്തരങ്ങൾ അവർക്ക് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.